ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പാനി, ശരത്, അക്ബർ, റന. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ അനുമോളുടെ ഫാൻസ് ഉണ്ടാവും, ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യാൻ ഗിസൈലിൻ്റെ ഫാൻസും ഉണ്ടാവും. ഈ ഫാൻസുകാർ തമ്മിൽ ആയിരിക്കുമല്ലോ കൂടുതലും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുക. ഒന്നല്ലെങ്കിൽ അനുമോൾ സൂപ്പർ എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഗിസൈൽ സൂപ്പർ എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അനുമോൾ ശരി എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഗിസൈൽ ശരി എന്ന് പറയുന്ന ആളുകൾ. ഇവർ അവിടെ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഐ മീൻ കമ്പാരിറ്റീവ്ലി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് അനുമോളും ഗിസൈലും. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്ബർ, അപ്പാനി, ശരത്ത് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഭയങ്കരമായ ഫാൻ ബേസ് ഉണ്ടോ? ഏ എൻ്റെ ചോദ്യം പ്ലെയിനായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാവില്ല. ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാൻ ബേസ് ഉണ്ടോ? ഞാൻ അപ്പാനി ശരത് ഫാനാണ്, അപ്പാനി കലക്കി, അപ്പാനുടെ നിലപാട്, അല്ലെങ്കിൽ അക്ബറിൻ്റെ നിലപാട് കാരണം ഞാൻ അക്ബറിൻ്റെ ഫാനാ, അല്ലെങ്കിൽ അപ്പാനി ശരത്തിൻ്റെ ഫാനാ എന്നൊക്കെ പറയുന്നത്. ഞാനതൊരു എന്താ പറയുക, ലൈവിൻ്റെ താഴെയും അത്തരത്തിലുള്ള കമൻസ് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ വീഡിയോൻ്റെ താഴെ ഞാൻ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ഇവരെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള കൈൻഡ് ഓഫ് കോമൻസ് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവർ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന പരിപാടി എന്താ? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അനുമോളെ ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ മറച്ചു വയ്ക്കുക, അങ്ങനെയൊന്നുമില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഫോൾട്ടുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഈ പ്രാഗി മുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്ക് അവർ ദേഷ്യം വന്നാൽ അങ്ങനെ അവരവിടെ നിന്ന് ദേഷ്യം കൊണ്ട് പറയുന്നതാണെങ്കിൽ അവർ ആ രീതിയിൽ പറയുന്ന പരിപാടിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. അവരും കൺട്രോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പം ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്നൊന്നുമില്ല. തെറ്റിന് തെറ്റ് തന്നെ ഞാൻ ആക്ച്വലി പറയും. പക്ഷേ ഈ അനുമോളേനെ ഞാൻ ഒരു പടി മേളിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് തഴുകി വിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ 100% പെർഫെക്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു അന്തം ഫാൻ ആയതുകൊണ്ട് നിങ്ങൾ കരുതരുത്. ഇപ്പുറത്ത് ഈ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കുന്ന കുറേ ടീമുകളുണ്ട്. ഈ പറഞ്ഞ അക്ബർ, അപ്പാനി ശരത്ത്, റന, ഫാത്തിമ. കളിച്ചോട്ടെ, കളിക്കാൻ തന്നെയാണ് എല്ലാവരും അതിൻ്റെ അകത്തേക്ക് പോകുന്നത്. പക്ഷെ കളിയായിരിക്കണം, ഗെയിം ആയിരിക്കണം, ഗെയിമായിട്ട് മുമ്പോട്ട് പോകണം. പക്ഷേ ഇതൊരുമാതിരി ബുള്ളിങ് എന്ന് പറയുന്നൊരു സംഭവമാണ് ഇവർ ചെയ്യുന്നത്. ബുള്ളിങ്ങിനെ എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റും? വെഡ്ഡുകൾ വന്ന് പറയും എന്താണ്, അനുമോൾ അതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അതെങ്ങനെയാണ് അനുമോൾ ഡിസേർവ് ചെയ്യുക? ദിസ് ഇസ് ബിഗ് ബോസ് ഷോ. ആ ഷോയിൻ്റെ അകത്ത് ഗെയിം ഉണ്ടായാൽ മതി. പ്രൊവോക്ക് ചെയ്യുക, ഒരു കുഴപ്പമില്ല, കളിക്കാം, പ്രൊവോക്ക് ചെയ്തോട്ടെ. പക്ഷെ അത് ബുള്ളിങ് എന്നുള്ള ലെവലിലേക്ക് പോകുന്നതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. അത് ന്യായീകരിക്കുന്നത് ശരിയോ അല്ല, എൻകറേജ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ പറഞ്ഞ അക്ബറും അപ്പാനി ശരത്തും റെനയൊക്കെ ചെയ്യുന്നത്, ഇവരിങ്ങനെ കാരണം നോക്കിയിരിക്കും, സമയം നോക്കിയിരിക്കും. അവർക്ക് സന്തോഷമാണ്, അവർക്ക് ബുള്ളി ചെയ്യാൻ അവർ ആസ്വദിച്ചിട്ടാണ് അവർ ബുള്ളി ചെയ്യുന്നത്. അവരത് ഭയങ്കര തകൃതിയായിട്ട് തന്നെ അവർ ചെയ്യുന്നുമുണ്ട്. ദേ ആർ എൻജോയിങ് ദാറ്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആ പരിപാടി കാണുന്ന സമയത്ത് ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നുകയാണ്. ബുള്ളിങ് അല്ലേ ചെയ്യുന്നത്, അല്ലാണ്ട് കളിയൊന്നും അല്ലല്ലോ. ഇത് നോക്കുമ്പോൾ ഈ അക്ബർ ഒറ്റയ്ക്കല്ല കളിക്കുന്നത്, ശരത്ത് ഒറ്റയ്ക്കല്ല കളിക്കുന്നത്, റെനോ ഒറ്റയ്ക്കല്ല കളിക്കുന്നത്. ഇവരുടെ ഒരു ടീമുണ്ടല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ കളിക്കുന്നത്. ഇവരൊരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് ഇവർ കളിക്കുന്നത്. ഇപ്പോൾ അനുമോളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ കൂടെ നിൽപ്പിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ആദിലയും നൂറയും ഇപ്പം ഈ അടുത്തായിട്ട് വേണമെങ്കിൽ പറയാം അവർ അനുമോളുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എഗെയിൻസ്റ്റ്, അക്ബറിൻ്റെ എഗെയിൻസ്റ്റ് ഒക്കെ സംസാരിക്കുന്നുണ്ടെന്നുള്ളത് വേണമെങ്കിൽ വെക്കാം. അത് ഈ അടുത്താണ്. പക്ഷേ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ അക്ബർ അല്ലെങ്കിൽ അപ്പാനി ശരത്തൊക്കെ ചെയ്യുന്നത്, കുറേ നാളുകളായിട്ട് ഇവരൊരു കൂട്ടം ഗ്യാങ് ആയിട്ട് നിന്നിട്ട് ബുള്ളി ചെയ്യലാണ്. അപ്പോൾ അത് ഒരു പരിധി വരെ ഓക്കെയാണ്. പക്ഷെ ഒരു പരിധിയും കടന്നു പോകുന്നു, അല്ലെങ്കിൽ നിർത്താനുള്ള ഉദ്ദേശമില്ല എന്നുള്ള തരത്തിലാണ് അവരുടെ മുമ്പോട്ടുള്ള പോക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് വെറും നാറിയ നാറ്റക്കളിയാണെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അനുമോളെ വെറുക്കുന്ന ആളുകൾ വേണമെങ്കിൽ ഇവരുടെ ഈ ആക്ടിവിറ്റി എൻജോയ് ചെയ്യും. ഈ പറഞ്ഞ അപ്പാനി ശരത്തിൻ്റെയും അല്ലെങ്കിൽ അക്ബറിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള ബുള്ളിങ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി എൻജോയ് ചെയ്യും. പക്ഷേ ഒരിക്കലും
എന്താ പറയുക, അവരെ ഭയങ്കര ഗെയിമേഴ്സായിട്ടോ ഈ വെറുക്കുന്നവർ, അതായത് ഈ അനുമോളെ വെറുക്കുന്നവർ പോലും ഇവരെ ഭയങ്കര ഗെയിമേഴ്സായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാനോ ആയിട്ട് മാറൂല. അത് ഫാക്റ്റാണ്. അതായത് അതാണ് അത് നിങ്ങൾ സമ്മതിച്ച് തന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനവനോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി. അനുമോളോടുള്ള വിരോധം കൊണ്ട് വേണമെങ്കിൽ ഇവരുടെ ഈ പ്രൊവോക്കിംഗ് സംഭവത്തെ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ ഇവരുടെ ഫാനൊന്നും ഈ അനുമോളെ വെറുക്കുന്നവരാവൂല. ആ പാനി അക്ബർ എന്ന് പറഞ്ഞൊന്നും ആക്ച്വലി നടക്കൂല. അപ്പോൾ സമയം അതിക്രമിച്ചു പോയി, പരിധി കടന്നു. ഇനിയും മുമ്പോട്ടുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കുന്നു, പിടിക്കുന്നു, അങ്ങനെ ഈ പറഞ്ഞ അനുമോളുടെ പുറകെ തന്നെ നടന്നിട്ട് ഇവർ ഇതേ കളി തന്നെ കളിക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമും ഇല്ലാത്ത 2 എന്ന് ഇവിടെ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അനുമോൾ അവിടെ ഭയങ്കരമായിട്ട് ഗെയിം കളിച്ച് തകർക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അനുമോൾ അവിടെ എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ചേർന്ന് ഇപ്പുറത്തേക്ക് ബുള്ളിങ് സ്റ്റഫിലേക്ക് ആക്ച്വലി പോകുന്നില്ല. ഇവിടുന്ന് ഇപ്പുറത്തേക്കാണ് ബുള്ളിങ് സ്റ്റഫിലേക്ക് ഒരു പരിധി വിട്ട് എക്സ്ട്രീം ലെവലിലേക്ക് വരുന്നത്. മനസ്സിലായ? അപ്പം അനുമോൾക്ക് ഗെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുമോൾ പോകുന്നത് അങ്ങനെ. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഗെയിമും ഇല്ല, ഒരു പുല്ലും ഇല്ല, എന്നാൽ ബുള്ളിങ് എന്നുള്ളൊരു മൂഡിൽ മാത്രം നിൽക്കുന്നു. ഒരു ടൈമിൽ അനീഷിൻ്റെ പുറകെ പോയിട്ട് അനീഷിൻ്റെ മെക്കെട്ട് കയറലും അനീഷിനെ ബുള്ളിങ്ങുമായിരുന്നു. ഇപ്പം അനീഷിനെ വിട്ട് ഇവർ അനുമോളെ പിടിച്ചു എന്ന് മാത്രമാണ് വ്യത്യാസം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അക്ബർ അനീഷിനെ വിട്ടപ്പോൾ അപ്പാനി ശരത്തും അനീഷിനെ വിട്ടു, അല്ലെങ്കിൽ ശരത്ത് വിട്ടപ്പോൾ അക്ബർ വിട്ടു. ഇവിടെ എന്താണ്, ശരത്ത് അനുമോളെ പിടിച്ചപ്പോൾ അക്ബർ പിടിച്ചു, അല്ലെങ്കിൽ അക്ബർ അനുമോളെ പിടിച്ചപ്പോൾ എന്താ പറയുക, ശരത്ത് അനുമോളെ പിടിച്ച്. എപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരം 2.0 ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂവര് പറയണ പോലെ എന്താണ് മുത്തുവും അങ്ങനെ എന്തോ പറയും, എന്താണ് മാരിയും മുത്തുവോ അങ്ങനെ എന്തോ 2 പേരായിട്ടാണ് ഇവർ 2 പേരിനെ പറയുക. എപ്പോഴും ഒരുമിച്ചാണ്, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങിയിട്ടാണ് ആക്ച്വലി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം ആസ് എ പ്രേക്ഷകൻ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ പോലും എനിക്കിങ്ങനെ ഒരു ബുള്ളിങ് പരിപാടി ആരെയും ചെയ്യുന്നതിനോട് യോജിപ്പില്ല. എൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാണമില്ലേ ചോദിക്കും. ഞാൻ പരമാവധി അത് അവോയ്ഡ് ചെയ്യിപ്പിച്ച് വിടാനാണ് ആക്ച്വലി ശ്രമിക്കാറുള്ളത്. സോ എൻ്റെ നിലപാട് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇവർ കളിക്കുന്ന കളിയൊന്നും ഒരു സുഖമില്ലാത്ത കളിയാണ്. ഇതിലൂടെ ചെറിയ തെറ്റ് വലിയ തെറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ചെറിയ തിന്മയും വലിയ തിന്മയും എന്ന് പറയുന്ന പോലെ ലൂസിഫറിൽ ഇവിടെ അത്രയേ ഉള്ളൂ. അനുമോൾ ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റുകൾ പറ്റുന്നുണ്ട് ഇപ്പുറത്ത്. പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി തെറ്റുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പടി മേളിലാണ് ഈ പറഞ്ഞ തെറ്റ് എന്ന് പറയുന്ന സംഭവം. ഈ ശരത്തിൻ്റെ അക്ബറിൻ്റെയും ഭാഗത്തൊക്കെയാണ് ആക്ച്വലി കിടക്കുന്നത്. തൊട്ടേനും പിടിച്ചവരൊക്കെ പുറത്ത് കയറാൻ വേണ്ടി പോകാന്ന് പറയുന്ന സംഗതി. ഇപ്പം ഇന്ന് എപ്പിസോഡിൻ്റെ അകത്ത് ലാസ്റ്റ് പാട്ടൊക്കെ പാടുന്നുണ്ട് അക്ബർ. ഭയങ്കര പാട്ടാട്ടോ, മൂപ്പര് ഗായകനാണല്ലോ, കഴിവുള്ള ആളാ. മറ്റേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മൂപ്പര് പാടിയ പാട്ടൊക്കെ രസമായിരുന്നു. അതൊക്കെ ഫണ്ണായിട്ട് ആക്ച്വലി എടുക്കാൻ വേണ്ടി പറ്റുന്ന കൈൻഡ് ഓഫ് സ്റ്റഫാണ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ മൂപ്പര് പാടിയ പാട്ടിൽ ശരത്തും കൂടിയല്ലോ പാടാനല്ലേ, ശരത്തുണ്ടായിരുന്നു ഓർമ്മയില്ല, മറ്റേ അനുമോളെ താങ്ങുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് പാടി. ശരി, ആയിക്കോട്ടെ, ആദിൽ അനൂറ അല്ലെങ്കിൽ ഷൈത്യൊക്കെ അനുമോളുടെ കൂടെ നടക്കുന്നുണ്ടാവാം ഇപ്പോൾ. പക്ഷേ ഈ താങ്ങുക എന്ന് പറയുന്ന പരിപാടി തുടങ്ങി വെച്ച പരിപാടി തുടങ്ങിയതാരാ? അക്ബർ ശരത്തിനെ താങ്ങുന്നു, ശരത്ത് അക്ബറിനെ താങ്ങുന്നു ഞാൻ പറയും. അക്ബർ താങ്ങുന്നു പറയുന്നില്ല. കാരണം അക്ബർ ഒറ്റയ്ക്കാണെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ മൂപ്പര് കളിച്ച് പൊയ്ക്കോളും. ശരത്ത് അങ്ങനെയല്ല, ശരത്തിന് അക്ബർ വേണം. ശരത്തിന് അക്ബർ ഇല്ലെങ്കിൽ പറ്റൂല. പിന്നെ ഇവർ 2 പേരും കോമൺ ആയിട്ട് എന്താ പറയുക, ഈ പറഞ്ഞ ഗിസൈലിനെ താങ്ങിയിട്ടുണ്ട് വല്ലാതെ. അങ്ങനെയാണ് ഇവർക്ക് മറ്റേ പാവാട എന്ന് പറഞ്ഞ പേരൊരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രേക്ഷകരും കൂടി ചേർത്ത് ഇട്ട് കൊടുത്തൊരു ഐറ്റമാണ് പാവാട എന്നുള്ള സംഗതി. സത്യമല്ലേ? ഇപ്പം നമ്മളിവിടെ എന്താ പറയുക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ താങ്ങുന്നു പാവാട എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഗിസൈലിനെ താങ്ങുന്നു ഇത്രയും എണ്ണത്തിനെ പിന്നെ എന്താടാന്നാണ് ആക്ച്വലി വിളിക്കുക. ഇപ്പോൾ ഒരു ടൈം തൊട്ടേ ഗിസൈലിന് ഇവർ താങ്ങിക്കൊണ്ടാണ് നടക്കുന്നത്. എന്തുണ്ടെങ്കിലും ഗിസൈലിന് സപ്പോർട്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് റെനെ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കണം, എനിക്കിനിപ്പോൾ കുറച്ച് സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടാകാം, ഇതൊരു കംഫർട്ട് സോണാണ്, അക്ബറിക്കടയും ശരത്തിക്കടയും ഒക്കെ കൂടെ ഇരുന്ന് എന്ത് സുഖം, ഇവിടെ ഇരുന്ന് എന്നെ ആരും ആധാനം വരുന്നില്ല, ഉത്ഥാനം വരുന്നില്ല,
ആകെ വരണത് അനുമോളാ. എൻ്റെ കൂടെ അക്ബറും ശരത്തും ഒക്കെ നിൽക്കണമുണ്ട്. ഇങ്ങനെ എനിക്ക് പവറായിട്ട് തിരിച്ചങ്ങനെ പറഞ്ഞങ്ങ് നിന്നാൽ മതി. റെന അതാ ചിന്തിക്കണം. റെന എന്നിട്ട് ആ രീതിയിൽ നിന്നിട്ടങ്ങ് റെനയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ബുള്ളിങ് ഗ്യാങ്ങിൻ്റെ കൂടെ കൂടിയിട്ട് ബുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. റെനയ്ക്കും ഗുണം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല, അക്ബറിനും ഗുണം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല, ശരത്തിനും ഗുണം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. എല്ലാം ഇതേപോലെ മുമ്പോട്ട് തുടർന്നു കഴിഞ്ഞാൽ ഫാൻസും ഉണ്ടാവില്ല, വോട്ടും ഉണ്ടാവില്ല, ഒരു തേങ്ങാക്കോലം ഇല്ലാണ്ട് ചിലപ്പോൾ പോവുമായിരിക്കും. ഒരു 60, 70, 80 ദിവസം വരെയൊക്കെ പോവുമായിരിക്കും. പക്ഷേ കപ്പിലേക്ക് എത്തണമെങ്കിൽ കുട്ടാ ഈ വള്ളിവിട്ട ഗെയിം വിടണം. ഒറ്റയ്ക്ക് ഇറങ്ങി ഗെയിം മാറ്റിപ്പിടിച്ച് കളിക്കണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ അനുമോളെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസും കിട്ടും. എന്താ പറയുക, അനുമോളുടെ ഭാഗത്തേക്ക് സെൻറ്റിമെൻസും ആളുകളുടെ ഇടയിൽ നിന്ന് കൂടും. അത് വോട്ടായി മാറുകയും ചെയ്യും. അവിടെ വള്ളിയിലേക്ക് റൂട്ടിട്ട് നടക്കേണ്ടി വരും. അത്രേ ഉള്ളൂ, സിമ്പിൾ. അനുമോൾ മാത്രമല്ല കേട്ടോ, ഗിസൈലിനും കപ്പിന് സാധ്യത എന്ന് പറഞ്ഞ സാധനം. അവിടെ ഇങ്ങനെ ഗിസൈലിനും നായിക്കൊണ്ട് നിൽക്കും. ഒന്നല്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ ഗിസയിൽ കയറി പോവും. 2-ൽ 1 ആർക്കെങ്കിലും കപ്പും കിട്ടും. ഈ മണ്ടന്മാരപ്പോഴും കുട പിടിക്കണം ഗിസൈലിൻ്റെ. ഗിസൈലടിച്ചേ ഗിസൈലടിച്ചേന്നും പറഞ്ഞുകൊണ്ട്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ വെറുതെ അനുമോളോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഫാക്ട്സിനെ നിങ്ങൾ എന്താ പറയുക പുച്ഛിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഫാക്ട്സിനെ നിങ്ങൾ എതിർത്തോ, കുഴപ്പമില്ല. പക്ഷെ എതിർക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ എതിർക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളാദ്യം ഞാൻ പറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് സ്വയം ബോധ്യപ്പെടുത്തിയതിന് ശേഷം എന്നെ എതിർക്ക്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറേ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പിസോഡ് വൈസ് അല്ല എൻ്റെ റിവ്യൂ പാറ്റേൺ. എപ്പിസോഡിൻ്റെ ഒരു അംശം ഞാൻ ചിലപ്പോൾ എടുക്കുകയായിരിക്കും. പക്ഷെ എൻ്റെ റിവ്യൂവിൻ്റെ പാറ്റേൺ വരുന്നത് ബിഗ് ബോസ് ഈസ് ലൈക്ക് എ സ്റ്റോറി. തുടക്കം തൊട്ടുള്ള പരിപാടികൾ ഞാൻ ഇങ്ങനെ നോക്കും. പല സാധനങ്ങളും പലരുടെയും ഞാൻ എടുത്തു വയ്ക്കും മനസ്സിൽ. എന്നിട്ട് ഓരോ എപ്പിസോഡാകുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറയും, എല്ലാം കൂടി എടുത്തിട്ട്. ഇപ്പം ഈ അടുത്തത്തെ ഒരു ഉദാഹരണം പറയണത് തന്നെ, ഗിസൈൽ അനുമോൾ അടി നടന്നപ്പോൾ ഓക്കെ, അനുമോൾ ഗിസൈലിൻ്റെ ചുണ്ടിൽ പോയിട്ട് ടിഷ്യൂ വെച്ച് തോണ്ടി. തെറ്റാണ് അനുമോൾ ചെയ്തത്. തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും. 100 വട്ടം തെറ്റാണ് എന്ന് ഞാൻ പറയും. കാരണം ആരാൻ്റെ ദേഹത്ത് എന്താ പറയുക സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനാവശ്യമായിട്ട് പോയിട്ട് തൊടാതിരിക്കുക പിടിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അപ്പോൾ അത് പാലിക്കാതെ പോയിട്ട് ചുണ്ടിൽ പോയി ഉരച്ച് വിട്ടു, അത് തെറ്റ് തന്നെയാണ്. അതിനുശേഷം ഗിസൈൽ അനുമോളെ ഉന്തി വിട്ടപ്പോൾ അനുമോൾ തെറിച്ചു പോയി. അതും തെറ്റാണേ. അപ്പം ഞാൻ അനുമോളെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ആ കാര്യത്തിൽ. ഗിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഗിസൈലിനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കരുത്. റിഫ്ലക്ഷൻ ആക്ഷൻ അല്ലേ, തേങ്ങയല്ലേ, മാങ്ങയല്ലേ എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും വരാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം ദിസ് ഇസ് എ ഗെയിം ഷോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് റിയാക്ട് ചെയ്താൽ അത് തെറ്റാവും. അതെങ്ങാനും പോയി മണ്ട പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അനുമോളും പോയിട്ടുണ്ടാവും, എന്താ പറയുക ഗിസൈലും പുറത്തായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ തെറ്റ് 2 പേരുടെ ഭാഗത്തും ആക്ച്വലി ഉണ്ട്. അപ്പോൾ അതങ്ങനെ പറയണം, അത് ന്യായം. 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയുന്നതാണ് ന്യായം. അതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് കഥ അറിയില്ല, കൊത അറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. അവിടെ ആകെ ഷാനവാസ് ഉണ്ടായിരുന്നു, ആദില നൂറി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വേറെ ആരവിടെ ഉണ്ടായിരുന്നു? അക്ബർ ഉണ്ടായിരുന്നില്ല, അപ്പാനി ശരത്ത് ഉണ്ടായിരുന്നില്ല. ഈ നാണം കെട്ട കണ്ടസ്റ്റൻസ് എന്നിട്ട് ഈ പറഞ്ഞറിവ് മാത്രം വെച്ചിട്ട് ഗിസൈലിനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആക്ച്വലി ചെയ്തത്. അനുമോളുടെ മെക്കെട്ട് കയറാനാണ് അവർ നിന്നത്. കഥ പോലും അറിയാതെ. എന്താണ് കണ്ടിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവർ കണ്ടിട്ടില്ല. കാണാതെ അവർ ജഡ്ജ് ചെയ്തിട്ട് അനുമോളുടെ മെക്കെട്ടിക്ക് മാത്രം കയറാൻ വേണ്ടി പോയി. അവർ ഒരിക്കലും അവിടെ 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ ഒരു നിലപാടെടുത്തില്ല. നിലപാടുള്ളവർ ആ നിലപാടെടുക്കും, പക്ഷെ അവരത് എടുത്തില്ല. മനസ്സിലായില്ലേ? കാണാണ്ട് അവിടെ പോയി തൊലിച്ചതേ തെറ്റ്. കാണാതെ നിന്നിട്ട് തൊലിച്ചതോ അത് ന്യായമല്ലാത്ത രീതിയിൽ ഒരാളുടെ മെക്കെട്ട് മാത്രം കയറി ഗിസൈലിനെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആരാണ് താങ്ങുക? അപ്പോൾ ഓരോ പാട്ട് അനുമോളെ വെച്ചിട്ട് ഉണ്ടാക്കി പാടുന്ന സമയത്ത് സ്വയം ഉളുപ്പ് വേണം. അത്ര ഞാൻ പറയുന്നുള്ളൂ. സ്വയം ഉളുപ്പ് വേണം. അനുമോളെ താങ്ങിയെന്നും അനുമോള് താങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് തൊലിച്ച പാട്ട് ട്രൗസർ ഊട്ട് നിന്ന് പാടുമ്പോൾ അവനോരാരെയൊക്കെ താങ്ങി തുടക്കം തൊട്ട് ഈ നിമിഷം വരെ ആരെയൊക്കെ താങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു സംഭവം ചിന്തിച്ചാൽ ഈ പാട്ട് പാടാൻ നാവ് പൊങ്ങില്ല. അപ്പോൾ ഒന്ന് സ്റ്റക്കാവും, നാണം വരുമല്ലോ, ശരിയാണല്ലോ എന്ന് ചിന്തിക്കുമല്ലോ. അത്രേ പറയുന്നു.
നല്ല താങ്ങൽ താങ്ങുന്നുണ്ട് ഇവർ. ശരിയല്ലേ? തെറ്റാണോ? തെറ്റാണെങ്കിൽ തിരുത്തിക്കോ, കുഴപ്പമില്ല. ബുള്ളിങ് നിർത്തുക. ഞാൻ വീണ്ടും പറയണം, ഇപ്പോൾ ഈ പറഞ്ഞ അക്ബറോ ശരത്തിനെയോ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല, എനിക്കിഷ്ടമാണ്, മനസ്സിലായില്ലേ? പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സ്റ്റോറി. എപ്പിസോഡൊക്കെ ഓരോ ദിവസം ഓരോന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ലൈക്ക് എ സ്റ്റോറി. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ ഇവരുടെ ഒരു ഗെയിം പാറ്റേൺ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല. അത് അനുമോളോടുള്ള പ്രേമം മൂത്തിട്ടല്ല ഞാനിങ്ങനെ പറയണത്. അനുമോളുടെ ഭാഗത്ത് അല്ലറ ചില്ലറ തെറ്റുകളും പരിപാടികളും വാശികളും ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു ഗ്രാഫ് വലുതായിട്ട് നിൽക്കുന്ന ഒരു തെറ്റ് ഇവരുടെ ബുള്ളിയിങ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനെ ഹൈലൈറ്റ് ആയിട്ടാണ് ഞാൻ കാണുകയും ചെയ്യുന്നത്. അതിനെക്കുറിച്ചായിരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കാനും താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് മൈ നിലപാട്. ഞാൻ മാറ്റി മറിച്ചും ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റിവ്യൂയിങ് പാറ്റേൺ എന്ന് പറയുന്നത് എപ്പിസോഡ് ബൈ എപ്പിസോഡ് അല്ല. എൻ്റെ റിവ്യൂയിങ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റോറി വൈസാണ്. സ്റ്റോറി ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പം അനീഷിൻ്റെ കേസിൽ എന്താണ്, അനീഷ് എങ്ങനെ തുടങ്ങി എങ്ങനെ നിൽക്കണമെന്ന് നോക്ക്. അത് ഗെയിം നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ വിഡ്ഢികളാവല്ലേ, പ്രേക്ഷകരോടാണ് പറയണത്, വിഡ്ഢികളാവല്ലേ. ഗെയിം ചേഞ്ച് എന്നൊക്കെ പറയുന്ന സംഗതി എന്താണ് എന്നുള്ളത് നോക്ക്. അനീഷിൻ്റെ കാര്യത്തിൽ അനീഷ് എങ്ങനെ തുടങ്ങി, ഇപ്പം അനീഷ് എങ്ങനെ നിൽക്കണു, ചേഞ്ച് ചെയ്തില്ലേ, പാറ്റേൺ ചേഞ്ച് ചെയ്തു. അതാണ് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം. ഈ പറഞ്ഞ അക്ബറും ശരത്തൊന്നും പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നില്ല. എന്തിന്? ഞാൻ പറയണത് നിങ്ങൾ വിട്. ലാലേട്ടൻ ആരാ? ആ ഷോയുടെ ആങ്കറാണേ. ലാലേട്ടൻ എന്താണ് പറഞ്ഞത്? ലാലേട്ടൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്താ പറയുക, ഇവരുടെ ഗ്രൂപ്പ് കളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ. ആര് സൂക്ഷിച്ചു? അക്ബർ സൂക്ഷിച്ചോ? ഈ പറഞ്ഞ എന്താണ് രേണു സുധീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതല്ലേ? ഇപ്പം ഇന്നലെ മറ്റേ ഇവരെ തീട്ടം എന്ന് വിളിച്ചില്ലേ അനുമോളനെ? അന്തർ ബുള്ളിയാണ്, ഹെവി ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നവര്. ഞാൻ പറയുന്നു, മറ്റേ ഇപ്പോൾ അനുമോള് മറ്റേ ദൈവം ചോദിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നട്ടലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ടേംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയണം. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ്ലി പറയുന്നു, അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ വർത്തമാനത്തിൽ ഒരു പടി മേളിൽ ഇവർക്ക് എഗെയിൻസ്റ്റാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് this kind of bullying, shitty game. That's it.